ഞാൻ വയ്ക്കുന്ന ശിബോധി ഇങ്ങനെയാണ്. കിണ്ടിയിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മേലെ ദശപുഷ്പങ്ങളും വെച്ച് ഭസ്മം ഒരിലയിൽ ഉമിക്കരിയും വെച്ചിട്ട് പലകൻ്റെ മേലെയാണ് ഇങ്ങനെയാണ് ഞാൻ ശിബോധി വയ്ക്കുന്നത്. അപ്പോൾ ശിബോധി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത് 1-ാം തീയതി മുതൽ ഈ കർക്കിടക മാസം മുഴുവൻ ദിവസവും ഇതുപോലെ രാവിലെ വയ്ക്കും. അപ്പോൾ ഇത് കർക്കിടക മാസം 1-ാം തീയതി വയ്ക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മളെ വീടും പരിസരവും നമ്മളെ തുണികളൊക്കെ അലക്കി വീട് അകത്തൊക്കെ മാറാല തട്ടി ജനാലയും വാതിൽക്കട്ടിലൊക്കെ തുടച്ച് വൃത്തിയാക്കി അതിന് ശേഷം നിലമൊക്കെ അടിച്ചുവാരി തുടച്ച് തിരുമ്പാനുള്ള തുണികൾ സകലതും തിരുമ്പും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തുള്ള കാര്യങ്ങളാണ്. പുറമേ ഉള്ള എല്ലാ ഭാഗവും വൃത്തിയാക്കി മുറ്റമൊക്കെ അടിച്ചു വാരി തലേ ദിവസം വൈകുന്നേരം മുറ്റമൊക്കെ അടിച്ചു വാരി ചാണം കുടഞ്ഞ് കൊലയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വിളക്ക് കൊണ്ടുവെക്കും. വിളക്ക് കത്തിച്ചതിന് ശേഷം എന്തെങ്കിലും മധുര പലഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ആ മധുര പലഹാരം അകത്തൊരു റൂമിൽ മരിച്ചുപോയ കാരണന്മാരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവർക്കായിട്ട് സങ്കല്പിച്ചിട്ട് അവിടെ കൊണ്ടുവച്ച് തൊഴുത് വാതിലടച്ച് പോരും. പിന്നീട് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം വാതിൽ തുറന്ന് അകത്ത് പോയി അതേപോലെ തന്നെ പ്രായമായി മരിച്ചുപോയ നമുക്ക് വേണ്ടപ്പെട്ടവരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തൊഴുത് ആ പലഹാരം എടുത്തുകൊണ്ട് വെച്ചിട്ട് എല്ലാവരും കൂടെ കഴിക്കും. അങ്ങനെയാണ് തലേ ദിവസം സംക്രാന്തി എന്നാണ് പറയുക. നാളെയാണ് 1-ാം തീയതി വെച്ചാൽ ഇന്ന് തലേ ദിവസം സംക്രാന്തി എന്നാണ് പറയുക. അങ്ങനെ സംക്രാന്തി തലേ ദിവസം പിറ്റേന്ന് 1-ാം തീയതി രാവിലെ കൊലായി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പലകയൊക്കെ കഴുകി കിണ്ടി കഴുകി പലകമ്മൽ 3 കുറി വരയ്ക്കും. ഭസ്മം കൊണ്ട് 3 കുറി വരച്ചിട്ട് അതിൽ ഒരു കുറി വരച്ചതിൽ ഇലയിൽ ഭസ്മം വയ്ക്കും. നടുവത്തേൽ കിണ്ടിയിൽ വെള്ളം വയ്ക്കും. പിന്നത്തെ കുറിയിൽ ഇലയിൽ ഉമിക്കരിയും വെക്കും. അപ്പം ഇതിൻ്റെ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ ഭസ്മം ശിവനായിട്ടും കിണ്ടി വെള്ളം ഗംഗാദേവിയായിട്ടും ഉമിക്കരി പാർവതി ദേവിയായിട്ടും സങ്കല്പിച്ചുകൊണ്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ കിണ്ടിയിലെ വെള്ളത്തിൽ ദശപുഷ്പങ്ങളാണ് വയ്ക്കുന്നത്. ദശപുഷ്പങ്ങൾ എന്ന് വെച്ചാൽ 10 തരം പുഷ്പങ്ങളാണ്, ഔഷധ ചെടിയാണിത്. ഈ 10 തരം ചെടിയിൽ എത്ര ചെടിയാണോ കിട്ടുന്നത് മുഴുവനൊന്നും എല്ലായ്പ്പോഴും കിട്ടുമൊന്നുമില്ല. അവനവന് കിട്ടുന്ന ചെടി വയ്ക്കുക. 10 കിട്ടിയാൽ 10 വയ്ക്കുക. അതല്ല 10 കുറവാണ് കിട്ടിച്ചാൽ ആ ഉള്ളത് വെച്ചാൽ മതി. അപ്പോൾ അത് പറിച്ചുകൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ വെള്ളത്തിൻ്റെ മേലെ വയ്ക്കുമ്പോൾ ഇങ്ങനെ കാണാൻ തന്നെ ഒരു കൗതുകവും സന്തോഷമൊക്കെയാണ് മനസ്സിന്. അപ്പം എന്താ വെച്ചാൽ നമ്മൾ മനസ്സിൻ്റെ തൃപ്തിയും സന്തോഷമൊക്കെ തന്നെയാണ് ഓരോ ആചാരങ്ങളിലും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സന്തോഷത്തിന് അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു സന്തോഷമാണ്. വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പം വീടും പരിസരമൊക്കെ വൃത്തിയായി. 1-ാം തീയതി മുതൽ കർക്കിടക മാസം നല്ല മഴ ഉള്ള സമയമാണ്. കർക്കിടക മാസത്തിൽ മഴ ഉള്ള സമയവും ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഗംഗാദേവിയെ സ്മരിക്കണ ഒരു രീതിയായിട്ടാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശിബോധി വയ്ക്കുക ഇങ്ങനെയാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കർക്കിടക മാസത്തിലാണല്ലോ മഴ കൂടുതൽ നമുക്ക് കിട്ടുന്ന സമയം. അപ്പോൾ ഈ മഴ എന്ന് പറയുന്നത് ഇപ്പം ഒരു കഥ ഉണ്ട്. ഒരു കഥയിൽ കേട്ടതാണ്. ശിവഭഗവാൻ വരൾച്ച വന്നിട്ട് ഗംഗാദേവീനെ ഭൂമിയിലേക്ക് വിളിച്ച് വരുത്തുകയാണ്. അപ്പം ഗംഗാദേവി മേലെന്ന് ഭൂമിയിലേക്ക് കുതിച്ച് ചാടി വരുമ്പോൾ അങ്ങനെ ഭൂമിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ശിവഭഗവാൻ മുടീൻ്റെ ജട അഴിച്ചിട്ട് ആ ജടയിൽ ചുറ്റിപ്പിടിച്ച് ഗംഗാദേവീനെ ഭൂമിയിലേക്ക് കുറേശ്ശെയായി ഒഴുക്കി വിട്ട് എന്നൊക്കെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കറിയണ ശരി ഞാൻ ഇവിടെ പറഞ്ഞെന്ന് മാത്രം. അപ്പം അങ്ങനെ ഉള്ള ഒരു സങ്കല്പം കൂടി ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പം ശിവനായിട്ട് ഭസ്മത്തിന്, കിണ്ടിയിലെ വെള്ളം ഗംഗാദേവിയായും ഉമിക്കരി പാർവതി ദേവിയായിട്ടും സങ്കല്പം. അപ്പോൾ ഈ ഗംഗാദേവിയെ ആദരിക്കുകയാണ് ഈ കർക്കിടക മാസത്തിൽ. അപ്പോൾ അതിനാണ് കിണ്ടിയിൽ ദശപുഷ്പങ്ങൾ വെക്കുന്നത്. കിണ്ടിയിലെ വെള്ളം ഗംഗയായിട്ടും പുഷ്പങ്ങൾ ചൂടിക്കുകയാണ്
ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണത് ഈ ഒരു കർക്കിടക മാസം മുഴുവനും ഇങ്ങനെ വയ്ക്കാറുണ്ട്. രാവിലെ വെച്ചാൽ ചില വീടുകളിലൊക്കെ 10 മണിയാകുമ്പോൾ എടുത്ത് ഒഴിവാക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ രാവിലെ വെച്ചാൽ വൈകുന്നേരം വിളക്ക് കത്തിച്ചതിന് ശേഷമാണിത് എടുത്ത് മാറ്റുന്നത്. അപ്പോൾ വീടിൻ്റെ മുൻഭാഗത്ത് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ അതൊരു ഐശ്വര്യം കൂടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.